എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഈ ഓൺ വോയിസിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഞാൻ ഒളിച്ചോടി പോവുകയാണ്. ആരുടെ കൂടെയാണെന്ന്? എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ. ചേച്ചിയോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ചേട്ടൻ ഇങ്ങോട്ട് ഇരിക്കും. ഇങ്ങോട്ട് വരാം. ചേട്ടൻ വരുന്നില്ല. ഓക്കെ, ഞാൻ പറയാം. ചേച്ചിക്ക് സ്ത്രീധനായി കിട്ടിയ ഗോൾഡും പിന്നെ ഷെൽഫിൻ്റെ മുകളിലിട്ട് തട്ടിൽ വെച്ച പൈസയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളും, അതായത് വിറ്റിട്ട് പൈസ കിട്ടുന്ന സാധനങ്ങളും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഒന്നും വിചാരിക്കരുത്. നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം സന്തോഷത്തോടെ ജീവിക്കണ്ടേ, അതിന് വേണ്ടിയാണ്. പിന്നെ ചേച്ചിയുടെ 2 ഫോണിൽ ആ ഉപയോഗിക്കാൻ പറ്റാത്ത ഫോൺ ഞാൻ എടുത്തിട്ടില്ല. ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണിൻ്റെ സിം അവിടെ ഉപയോഗിച്ചിട്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കാര്യമായിട്ട് വേറൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഓക്കെ, പിന്നെ കുറച്ച് ഫാൻസി മാലകളും കമ്മലും അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും ഞാൻ എടുത്തിട്ടുണ്ട്. വേറൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. ഇത്രയും ഞാൻ കൊണ്ടുവന്നുള്ളൂ. ചേച്ചി എന്നോടൊന്നും വിചാരിക്കരുത്. പണ്ട് മുതലേ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പിന്നെ ട്രെൻഡായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തായാലും തോന്നി, ഞാൻ ചേട്ടനോട് ചോദിച്ചു. എനിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും ഒളിച്ചോടി പോകാം ചേട്ടനോട് പറഞ്ഞതായിരുന്നു. അതുവരെ കാത്തിരുന്നു. എന്നിട്ടും ചേട്ടനോട് പറഞ്ഞു കുറച്ചുകൂടെ കാത്തിരിക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് ജോലി കിട്ടി ശമ്പളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് എനിക്ക് കാത്തിരിക്കേണ്ട, നമുക്ക് പോവാം. അവളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. അവൾക്ക് വേണമെങ്കിൽ അതനുസരിച്ച് നിന്നോട്ടെ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമൊക്കെ പോകാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, നീ എൻ്റെ കൂടെ വന്നോളും. അപ്പോൾ നമ്മൾ 2 പോവാണ്. ചേട്ടൻ ഇങ്ങോട്ട് വാ. ചേട്ടൻ വരുന്നില്ല കേട്ടോ. ചേട്ടൻ ആൾക്കാരുടെ മുന്നിൽ വരാൻ മടിയാണ്. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി മാത്രം ഇടുന്നത് വീഡിയോ ആണ്. ഇത് വൈറലാക്കാൻ പാടില്ല, ആർക്കും അയച്ചു കൊടുക്കാൻ പാടില്ല. ചേച്ചി സങ്കടപ്പെടുന്ന എനിക്കറിയാം, പക്ഷേ സാരമില്ല. ചേച്ചിക്ക് മാത്രമല്ല ആഗ്രഹങ്ങളുള്ള, എനിക്കല്ല. ഇനി ഞാനും ഇഷ്ടപ്പെട്ട ആളോടെ ജീവിക്കട്ടെ. ചേച്ചി ഇഷ്ടപ്പെട്ടിട്ട് ആളില്ല ചേട്ടൻ കല്യാണം കഴിച്ചത്. പെണ്ണ് കാണാൻ വന്നിട്ട്. പക്ഷെ നമ്മൾ തമ്മിൽ പ്രണയമായിരുന്നു, ഒരുപാട് കാലത്തെ പ്രണയമാണ്. അതുകൊണ്ട് ചേച്ചിക്ക് പിന്നെ 2 കൊച്ചുങ്ങൾ ഉണ്ടായെന്നുള്ളേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. അത് സാരില്ല ചേച്ചി. എന്നാൽ ഞാൻ പോകാണ് കേട്ടോ. ചേച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണം. ചേട്ടൻ വരുന്നില്ല, പ്ലീസ്.